പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ ട്രിപ്പിൾ എ എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയുടെ WWE തന്നെ ഭാഗമായിട്ടുള്ള ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറയുന്ന യുവ താരത്തെ സംബന്ധിച്ചാണ്. WWE ഹോൾ ഓഫ് ഫെയിമർ കൂടിയായ റേ മിസ്റ്റീരിയോ എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ മകനായ ഡൊമിനിക് മിസ്റ്റീരിയോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ മെയിൻ റോസ്റ്റർ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടറുമാണ് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ റസൽമേനിയ പോലെയുള്ള ബിഗ് ഇവൻറ്റ് എടുത്തു നോക്കിയാൽ പോലും ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന രീതിയിൽ യാതൊരുവിധ റോളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി റോ ബ്രാൻഡിൽ വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യാതൊരുവിധ സ്റ്റോറി ഇപ്പോൾ WWE മെയിൻ ഷോസിലും കൊടുക്കുന്നില്ല, ട്രിപ്പിൾ എയുടെ ഷോയിലും കൊടുക്കുന്നില്ല. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ നിലവിൽ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ തന്നെ വലിയ ഒരു ഫ്രസ്ട്രേഷൻ ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ റസൽ വേർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ക്രിയേറ്റീവ് പ്ലാനിനെ സംബന്ധിച്ച് യാതൊരുവിധ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനും നിലവിൽ ക്രിയേറ്റീവ് ടീമിൻ്റെ മുന്നിൽ ഇല്ല. എങ്ങനെ, എവിടെ, ആർക്കെതിരെ എങ്ങനെയുള്ള മത്സരങ്ങൾ കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ പ്ലാനും ഇല്ല. ഇനി ട്രിപ്പിൾ എയുടെ വലിയൊരു ഷോ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഒരു ഷോയാണ്. അത് 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. അമേരിക്കയിലും മെക്സിക്കോയിലുമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തേക്ക് വന്നപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ട്രിപ്പിൾ എയുടെ ഒരു മെഗാ ചാമ്പ്യൻ, അവിടുത്തെ ഒരു വേൾഡ് ടൈറ്റിലിന് തുല്യമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് ഡൊമിനിക്കിൻ്റെ കൈവശമുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോ ബ്രാൻഡിൽ വലിയ പ്രാധാന്യമുള്ള ഡൊമിനിക് മിസ്റ്റീരിയോയുടെ സ്റ്റോറി എന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ക്രിയേറ്റീവ് ടീമിന് തന്നെ അറിയില്ല എങ്ങനെ ഈ താരത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. ഒരു സമയത്ത് അടുത്ത ഫേസ് ഓഫ് ദ കമ്പനി എന്ന് നമ്മൾ കണ്ടിരുന്ന, അതുപോലെ തന്നെ കാണികൾ തന്നെ ഒരു മെഗാ വില്ലനായിട്ട് കണ്ടിരുന്ന താരത്തിന് ഇപ്പോൾ യാതൊരുവിധ റോളും ഇല്ലാതെ, ജഡ്ജിയുടെ ടീമിൽ തന്നെ യാതൊരുവിധ സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസും ഇല്ലാതെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE സൂപ്പർ താരമായ ഷെയ്മസിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ വർഷമാണ് ഷെയ്മസിൻ്റെ അവസാനത്തെ മത്സരം WWE റിങ്ങിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഷെയ്മസിന് ഇഞ്ചുറി പറ്റുന്നതും ഷെയ്മസ് സർജറിക്ക് വിധേയനാകുന്ന ഒരു റിപ്പോർട്ടുമൊക്കെ നമ്മൾ പങ്കുവച്ചതാണ്. കൂടാതെ ഷെയ്മസിൻ്റെ ഒരു റിട്ടേൺ ഉടനെ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു റിപ്പോർട്ടും കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്. ഇപ്പോൾ ഷെയ്മസ് തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ചില ഫോട്ടോസ് അനുസരിച്ചാണെങ്കിൽ ഷെയ്മസ് റിങ്ങിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കയറിയിരിക്കുന്നു. ഷെയ്മസിൻ്റെ റിട്ടേൺ ഉടനെ നടക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ അദ്ദേഹം തന്നെ നൽകുന്നുണ്ട്. NXTയുടെ പെർഫോമൻസ് സെൻറ്ററിൽ എന്ന് പറയുന്ന ട്രെയിനിങ് ഫെസിലിറ്റിയിലേക്ക് അവിടെ റിങ്ങിൽ കയറി അദ്ദേഹം മറ്റ് NXT താരങ്ങൾക്കൊപ്പം ട്രെയിൻ ചെയ്യുന്ന ഫോട്ടോസാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കഠിനമായിട്ടുള്ളൊരു ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പങ്കുവെക്കുന്ന ഫോട്ടോയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ആ ഒരു പാടുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റിഫായിട്ടുള്ള മത്സരങ്ങൾ കളിച്ച് കാണികളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനാണ് ഷെയ്മസ് നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് അദ്ദേഹം വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയും നിലവിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഷെയ്മസ് ഇങ്ങനെ റിങ്ങിലേക്ക് കയറി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് റോയിലേക്കോ സ്മാക്ഡൗണിലേക്കോ ഉള്ള ഷെയ്മസിൻ്റെ റിട്ടേണിൻ്റെ ഒരു വരവ് അത് ഉടനെ ഉണ്ടായിരിക്കും എന്നുള്ളത് കാണിച്ചു തരുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇനി ഷെയ്മസ് തിരികെ വരുമ്പോൾ അത് റോയിലേക്കായിരിക്കുമോ സ്മാക്ഡൗണിലേക്ക് ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം അത് ഏത് ബ്രാൻഡിലേക്കായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പാണ് ഇനി ഷെയ്മസിൻ്റെ മുന്നിൽ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ആ വലിയ അച്ചീവ്മെൻറ്റിന് ബാക്കി നിൽക്കുന്നത്. അത് ഇനിയൊരു തിരിച്ചുവരവിൽ ഷെയ്മസ് നേടിയെടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് TNAയുടെ നിലവിലെ വേൾഡ് ചാമ്പ്യനായ മൈക്ക് സാന്റാന എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. മൈക്ക് സാന്റാനയുടെ TNAയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് റസൽ വേർഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ മൈക്ക് സാന്റാനയെ WWE കുറാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി WWE ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ നിലവിലെ വേൾഡ് ചാമ്പ്യൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ WWE ആയിരിക്കും മൈക്ക് സാന്റാനയുടെ മുൻപിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും AEWയിലേക്ക് ഒരു തിരിച്ചുവരവ്, ഒരു തിരിച്ചുപോക്ക് മൈക്ക് സാന്റാന നടത്തില്ല എന്നുള്ളത് 101% കൺഫേം ആണ്. കാരണം AEW അദ്ദേഹത്തെ യാതൊരു വിധത്തിലും ഉപയോഗിച്ചിട്ടില്ല. ടാഗ് ടീം ഡിവിഷനിൽ പോലും അദ്ദേഹത്തിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഒരു മെയിൻ ഇവൻറ്റ് ടാലൻറ്റ് എന്നുള്ള ഒരു നിലയിൽ പ്രസൻറ്റ് ചെയ്തത് TNA റെസ്ലിംഗ് ആണ്. WWEയുടെ NXTയിലും TNA റെസ്ലിംഗിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് മെയിൻ ഇവൻറ്റ് സീനിൽ വന്ന് കയറാൻ മൈക്ക് സാന്റാനയ്ക്ക് ഇടയ്ക്കൊന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോഴാണ്
WWE പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മൈക്ക് സാന്റനയുടെ എന്നുള്ളത് WWE ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കിയെടുക്കുന്നത്. മൈക്ക് സാന്റനയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം WWE സൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ മെയിൻ റോസ്റ്ററിലേക്കായിരിക്കും അദ്ദേഹം ഡയറക്റ്റ് വരാൻ പോകുന്നത് എന്നാണ്. അത് റോയിലേക്കാണോ സ്മാക്ഡൗണിലേക്കാണോ എന്നുള്ളത് ഉറപ്പില്ല, പക്ഷേ മെയിൻ റോസ്റ്ററിലേക്കായിരിക്കും എന്നുള്ളതാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു താല്പര്യമാണ് നിലവിൽ മാനേജ്മെൻറ്റ് മൈക്ക് സാന്റന എന്ന് പറയുന്ന നിലവിലെ TNA വേൾഡ് ചാമ്പ്യന് മുൻപിലേക്ക് വയ്ക്കുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മിക്കവാറും മൈക്ക് സാന്റന TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് ആ ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്ത് WWE മെയിൻ റോസ്റ്ററിലേക്ക് കൂടുമാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് AEWന്റെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ MJF എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഇന്നലെ നടന്ന ഡൈനാമിക് വീക്കിലി എപ്പിസോഡിൽ റൂഷ് എന്ന റെസ്ലറിനെതിരെ ഒരു നോ കൗണ്ടൗട്ട്സ് മത്സരത്തിൽ MJF ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയുണ്ടായി. അതിനെ സംബന്ധിച്ചൊരു ഷോർട്ട് റിവ്യൂ നമ്മൾ ഇന്നലെ പങ്കുവച്ചതാണ്. നിങ്ങളിൽ പല കൂട്ടുകാരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അത്ര ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല, അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല MJFനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. MJFന്റെ കാലുകൾക്ക് ഈ ഒരു മത്സരത്തിനിടയിൽ പരിക്ക് പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം കുറച്ചധികം നാളുകൾ പിന്നീട് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ വരില്ല എന്നുള്ളതിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ ഒരു മത്സരം അദ്ദേഹം കളിക്കാൻ വേണ്ടി ഈ ഒരു ആഴ്ച ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ സെറ്റായിട്ടിരുന്നതാണ്. പക്ഷേ ഈ ഡൈനാമിക് എപ്പിസോഡിൽ വെച്ചിട്ടുണ്ടായ പരിക്ക് കാരണം ആ ഒരു ഇവൻറ്റിൽ നിന്ന് ഇപ്പോൾ MJFനെ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MJF ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു മത്സരം പോസ്റ്റ് പോണ്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറുടെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ MJFന് എന്തായാലും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത് അത് റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. അത് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഒരു ഇഞ്ചുറി ഒന്നുമല്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സീരിയസ് അല്ല, ഈ ചാമ്പ്യൻഷിപ്പ് ഒന്നും ഡ്രോപ്പ് ചെയ്യേണ്ട നിലയിലേക്കൊന്നും MJFന്റെ ഇഞ്ചുറി മാറിയിട്ടില്ല എന്നുള്ളതും റെസ്ലിംഗ് ഒബ്സർവർ അവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. അഞ്ചാമത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ മിക്ക് ഫോളിയെ സംബന്ധിച്ചാണ്. WWE ഹോൾ ഓഫ് ഫെയിമർ ആണെങ്കിൽ പോലും മിക്ക് ഫോളി ഇപ്പോൾ AEW കൂടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. AEWന്റെ ഏറ്റവും ലേറ്റസ്റ്റായി കഴിഞ്ഞ ഡബിൾ ഓർ നത്തിങ് എന്ന് പറയുന്ന പേപ്പർ വ്യൂവിലാണ് മിക്ക് ഫോളി AEWന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ടോണി ഗാൻ എന്ന് പറയുന്ന AEW ഓണർ പുറത്തേക്ക് വിട്ടത്. AEWന്റെ കിക്ക് ഓഫ് ഷോയിലും ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് ചെയ്യാൻ മിക്ക് ഫോളി വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ വേൾഡ് ചാമ്പ്യനായ MJFുമായിട്ട് മിക്ക് ഫോളി ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക് ഫോളിയെ AEWയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ മിക്ക് ഫോളി AEWയിലേക്ക് കൂടുമാറിയതിൻ്റെ ഒരു കാരണം, മിക്ക് ഫോളിക്ക് ഈ 60ാമത്തെ വയസ്സിലും ഒരു മത്സരത്തിൽ കളിക്കാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ടോണി ഗാൻ AEWയിലേക്ക് മിക്ക് ഫോളിയെ എത്തിക്കാനുള്ള ഒരു കാരണം. മിക്ക് ഫോളിക്ക് അവസാനത്തെ ഒരു മത്സരം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഓൾ എലീറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 60ാമത്തെ വയസ്സിലും മിക്ക് ഫോളി ഒരു മത്സരത്തിന് വേണ്ടി AEW റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് റെസ്ലിംഗ് വേർഡ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. WWE ഹോൾ ഓഫ് ഫെയിമറാണ്. ആറ്റിറ്റ്യൂഡ് എറയിലെ ഏറ്റവും തിളങ്ങി നിന്ന താരങ്ങളിൽ ഒരാളാണ്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ഹാർഡ് കോർ റെസ്ലർ കൂടിയാണ് മിക്ക് ഫോളി. അദ്ദേഹത്തിൻ്റെ ശരീരഘടന വെച്ച് നോക്കിയാൽ അദ്ദേഹത്തെ കൊണ്ടൊരു മത്സരമൊക്കെ കളിച്ച ആളുകളെ ത്രില്ലടിപ്പിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് നമ്മൾ ഇപ്പോൾ സംശയിക്കുമെങ്കിലും ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് നടത്തിയിട്ടുള്ള കൂട്ടുകാർക്ക് അറിയാം മിക്ക് ഫോളിയുടെ ഒരു ഘടകം അവിടെ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ദ റോക്ക് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എറയിൽ ദി അണ്ടർടേക്കർ, മിക്ക് ഫോളി എന്നൊക്കെയാണ് ആളുകൾ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നത്. അത്രയും പ്രാധാന്യമുള്ളൊരു റെസ്ലറായിരുന്നു. പക്ഷേ പ്രായമായി അദ്ദേഹം പ്രൊഫഷണൽ റെസ്ലിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു. ഇനി റെസ്ലിംഗിൽ ഒരു ഹോൾ ഓഫ് ഫെയിമർ എന്ന നിലയിൽ ചില സെഗ്മെൻറ്റ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് കമൻറ്റേറ്ററായിട്ട് ഒരു ഗസ്റ്റ് റോളൊക്കെ ചെയ്ത് നിൽക്കേണ്ട ഒരു സമയത്താണ് ഈ 60ാമത്തെ വയസ്സിലും റിംഗിലേക്ക് കയറി മത്സരിക്കാൻ ഒരു ആഗ്രഹം വരുന്നത്. എന്തായാലും WWE അത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ WWE എല്ലാവിധ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ചുകൊണ്ട് മിക്ക് ഫോളി AEWയിലേക്കുള്ള ഒരു കൂടുമാറ്റം നടത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ടോണി ഗാൻ എന്തായാലും മിക്ക് ഫോളിക്ക് ഒരു മത്സരം കൊടുത്തേക്കാം. അത് ഒരു നോർമൽ മത്സരമാകുമോ അതോ AEW സ്റ്റൈലിലൊരു ഹാർഡ് കോർ മത്സരമാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. മിക്ക് ഫോളി എന്ന് പറയുന്ന ലെജൻഡറി റെസ്ലറുടെ കരിയറിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ആ ഒരു മത്സരത്തിലൂടെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ആറാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ സൂപ്പർ താരം കോഡി റോഡ്സ് ESPN എന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ദ റോക്കുമായിട്ടുള്ള സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഒരു കാര്യം മെൻഷൻ ചെയ്യുകയുണ്ടായി. റോക്ക് കഴിഞ്ഞ വർഷം ജോൺസണയുടെ ഹീൽ ടേണിലേക്ക് എത്തുന്നതിന് മുൻപ് കോഡി റോഡ്സിനോട് ആവശ്യപ്പെട്ടത് കോഡി റോഡ്സിനോട് റോക്കിൻ്റെ കൂടെ നിന്ന് മത്സരിക്കാനാണ്. അതിന് കോഡി റോഡ്സിൻ്റെ ആത്മാവ് ശരീരം ഒന്നടങ്കം റോക്കിന് വേണം എന്നുള്ളതാണ് റോക്ക് ആവശ്യപ്പെട്ടത്. പക്ഷേ എലിമിനേഷൻ ചേംബർ 2025 കോഡി റോഡ്സ് അത് റിജക്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ജോൺസിനെ ഹീലാകുന്നതും കോഡി റോഡ്സിനെ ആക്രമിക്കുന്നതും അത്തരത്തിലേക്കുള്ള ഒരു സ്റ്റോറിയും പിന്നീട് ബിൽഡപ്പ് ആയിട്ട് റസൽമീനിയ വരെ എത്തുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആരാധകർക്കിടയിൽ അത്ര ക്ലിക്കായില്ലെങ്കിൽ പോലും ദ റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ WWE ആരാധകർ പ്രതീക്ഷിച്ചു. പക്ഷേ റോക്കിൻ്റെ ഭാഗത്തു നിന്ന് അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. പിന്നീടും കോഡി റോഡ്സും മനഃപൂർവ്വം സ്റ്റോറി ലൈനിൻ്റെ ഇടയിലൊന്നും റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മാക്സിമം ശ്രമിച്ചു. ഇപ്പോൾ ഇതാ ESPN കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ റോക്കുമായിട്ടുള്ളൊരു സ്റ്റോറി ഇനിയും വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നുണ്ട്. കാരണം റോക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഡി റോഡ്സിൻ്റെ സോൾ ആത്മാവ് ചോദിച്ചത് എന്നുള്ളത് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ESPNൻ്റെ ഇൻ്റർവ്യൂവിൽ കോഡി റോഡ്സ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ വീണ്ടും റോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്ത് 2025 ആ സ്റ്റോറി മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ ഒരു തിരിച്ചറിവും റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു സ്റ്റോറിക്കും ഇനിയും സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. കൂടാതെ ഈ റസൽമീനിയ 41 2025 റസൽമീനിയ 41 കാണുന്നതിന് ശേഷം റോക്ക് ഈ കോഡി റോഡ്സുമായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. കൂടാതെ കോഡി റോഡ്സിനെ ഹീലാക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ അതന്ന് ക്രിയേറ്റീവ് ടീം റിജക്റ്റ് ചെയ്ത് വിട്ട ഒരു ഐഡിയ ആയിരുന്നു. കൂടാതെ കോഡി റോഡ്സിന് എതിരെ മറ്റ് റെസ്ലേഴ്സിനെ റോക്കിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്റ്റോറിയും റോക്ക് മുന്നിട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ക്രിയേറ്റീവ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നില്ല. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ചെന്ന് അവസാനിക്കുന്നത് റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു സ്റ്റോറിക്കാണ്. അപ്പോൾ റോക്കിന് വലിയൊരു ആഗ്രഹമുണ്ട് റോക്ക് കോഡി റോഡ്സിനെ നേരിടുന്ന ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഇൻ്റർവ്യൂവിൽ വെച്ച് കോഡി റോഡ്സ് റോക്കിൻ്റെ സ്റ്റോറി മെൻഷൻ ചെയ്തു പോകുന്ന ഒരു ഭാഗം. അപ്പോൾ റസൽമീനിയ 43 റോക്ക് മത്സരിക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ വെച്ചിട്ട് വരും എന്നുള്ള ഒരു റൂമേഴ്സ് നിലനിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ചർച്ചകൾ വളരെ പോസിറ്റീവായി നടക്കുന്ന ഒരു സമയത്താണ് റോക്കിൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ച് കോഡി റോഡ്സ് ഒരിക്കൽ കൂടി മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ റസൽമീനിയ 43 നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോക്കും റോമൻ റെയിൻസും തമ്മിലുള്ള ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കോഡി റോഡ്സ് അവിടെ ഒരു അവിഭാജിക ഘടകമായി നിൽക്കുന്നത് റോക്ക് വേഴ്സസ് കോഡി റോഡ്സിലേക്ക് നയിക്കപ്പെടുമ്പോൾ എന്നുള്ള ആ ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ റസൽമീനിയ 43 മെയിൻ ഇവൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കുറേയധികം മത്സരങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റസ്ലിംഗ് ബിസിനസ് പിന്നെയും ഹോട്ട് ആകുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.